ഹായ് ഫ്രണ്ട്സ്, നാളെ വിനായക ചതുർത്ഥിയാണല്ലോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വിനായക ചതുർത്ഥി ആശംസകൾ. വീടും പരിസരവും എല്ലാം ഒരുക്കി എല്ലാവരും ഭഗവാനെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരാൻ ഒരുങ്ങിക്കാണും എന്നുള്ള കാര്യം എനിക്കറിയാം. എല്ലാവരുടെ വീടുകളിലും ഏത് വീടെടുത്താലും നമുക്കവിടെ മഹാഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രങ്ങളില്ലാത്ത ഭവനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പുറത്തുനിന്ന് കളിമൺ ഗണപതിയെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ച് 3 ദിവസം പൂജിച്ച് നിമഞ്ജനം ചെയ്യുന്ന രീതിയുണ്ട്. 5 ദിവസം വെച്ച് നിമഞ്ജനം ചെയ്യുന്ന രീതികളുണ്ട്. 10 ദിവസം വെക്കുന്നവരുമുണ്ട്. 11ാമത്തെ ദിവസം നിമഞ്ജനം ചെയ്യുന്നവരുമുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനാണോ കഴിയുന്നത് അത് ചെയ്യുക. 10 ദിവസവും മഹാഗണപതിയെ നമ്മുടെ വീട്ടിൽ പ്രത്യേകമായി ഭഗവാൻ ഒരു ഇരിപ്പിടമുണ്ടാക്കി അവിടെ വെച്ച് 5 തിരിയിട്ട ഭദ്രദീപം കൊളുത്തി നമുക്കറിയാവുന്ന മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ശാന്തിയും സമാധാനവും ആയുരാരോഗ്യ സൗഖ്യവും ഭഗവാൻ ആവോളം അനുഗ്രഹിച്ച് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഭഗവാന് നൈവേദ്യങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും പാചകം ചെയ്യുന്ന അടുപ്പിൽ, അതായത് നോൺ വെജൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പുകളിൽ വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ശുദ്ധി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ നൈവേദ്യങ്ങൾ ഒരിക്കലും ഭഗവാന് വയ്ക്കാറില്ല. ഞാൻ പുറത്തുനിന്ന് പാക്കറ്റ്സിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും ഭഗവാന് നൈവേദ്യമായി വയ്ക്കുന്നത്. ലഡ്ഡു അതുപോലെയൊക്കെയുള്ള സാധനം, അതുപോലെ പഴം, അതൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ വീടുകളിൽ അതുപോലെ ശുദ്ധിയും നോൺ വെജൊക്കെ പാചകം ചെയ്യാത്ത ഭഗവാന് വേണ്ടി ഈ ഭഗവാന്റെ പൂജാകർമ്മങ്ങൾക്കായി വേണ്ടി മാത്രം ഉള്ള ചെറിയ സ്റ്റൗവോ കാര്യങ്ങളൊക്കെ ഉള്ളവർ അങ്ങനെ പാചകം ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ വ്രതാനുഷ്ഠാന രീതികളെല്ലാം അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പരമപ്രധാനമായി നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സ്, അതായത് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം, ഒരു മനുഷ്യനെങ്കിലും നമുക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു നാക്കെടുക്കാത്ത പ്രാണികളായിട്ടുള്ള പട്ടി, പൂച്ച, കാക്ക, കിളികൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ആഹാരം കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് നേടാവുന്നതിൽ ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയായിരിക്കും അത്. വിശപ്പാണ് ഏറ്റവും വലിയ വേദന. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പൂജ. അപ്പോൾ ഭഗവാന്റെ അവതാര ദിവസമാണ്, പിറന്നാൾ കൂടിയാണ് നാളെ. അപ്പോൾ ഭഗവാൻ ഭക്ഷണപ്രിയനാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭഗവാന് വേണ്ട ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം നമ്മൾ ഭഗവാന് വേണ്ടി ഉരുവിടുക. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത് ലംബോദരായ നമഃ. അത് ഭഗവാന്റെ ഒരു മന്ത്രമാണ്. ഗംഗണപതയെ നമഃ എന്ന് പറയുന്ന മന്ത്രം നമുക്ക് ഉപയോഗിക്കാം. അത് എത്ര പ്രാവശ്യം നമുക്ക് ഉരുവിടാൻ കഴിഞ്ഞാലും അത്രയും നല്ലതാണെന്നാണ്. നാളത്തെ ഒരു ദിവസം നമ്മൾ അത് പറയുക. 10 ദിവസവും നമ്മുടെ വീട്ടിൽ ഭഗവാനെ വെച്ച് പൂജിക്കുക. അതിന് സാധ്യതയില്ലാത്തവർ 3 ദിവസമെങ്കിലും മുടങ്ങാതെ ഭഗവാനായി ഒരു സമയം കണ്ടെത്തി ഭഗവാന്റെ നാമങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് ഭഗവാന്റെ പൂജകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനായി ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പറയും. കാരണം ഏതൊരു ശുഭകാര്യത്തിനും ഗണപതിയാണല്ലോ മുന്നിൽ. അപ്പോൾ ഗണപതി ഭഗവാനുള്ള പൂജ കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേത് കാര്യത്തിലേക്കും കടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ വീടുകളിലും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വരുന്ന എല്ലാവരും തന്നെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ വന്ന് തേങ്ങയൊക്കെ ഉടച്ച് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തിരിച്ചു മടങ്ങാറുള്ളത്. അത്രയേറെ മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. അപ്പോൾ അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ, ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ
അവിടെയും പോയി തൊഴുത് നമ്മൾ നമ്മുടെ ക്ഷമാപണ മന്ത്രം പറയുക. സർവാപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള ആ മന്ത്രം ഉണ്ടല്ലോ, ക്ഷമാപണ മന്ത്രം, അതൊക്കെ പറഞ്ഞ് ഏത്തമിട്ട് നമ്മൾ ഭഗവാനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കാനായി അപേക്ഷിക്കുക. അതുപോലെ മുന്നോട്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മുടെ രക്ഷകർത്താക്കൾ വയസ്സായവരാണെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ സ്നേഹവും സംരക്ഷണവും ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു, ഏതൊരു പൂജ ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യം. അത് നമുക്ക് ചെയ്യാൻ കിട്ടുന്നതും ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. അപ്പോൾ എല്ലാവരും അതെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. മനഃപൂർവ്വമായി ആരെയും വേദനിപ്പിക്കാതിരിക്കുക. വേദനിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു തെറ്റ് വേറൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്ന്. അപ്പോൾ ഭഗവാൻ എല്ലാ വീടുകളിലും അനുഗ്രഹത്തിൻ്റെ 1000 സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് എല്ലാ വീടുകളിലും സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും വിനായക ചതുർത്ഥി ആശംസകൾ.